ഹലോ ഓൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 2024 ഫസ്റ്റ് വീഡിയോ എന്താണ്, ജാനുവരിയിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ഞാനൊരു നല്ല പുതുവർഷം ആശംസിക്കുകയാണ്. വിഷ് യു ആൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ലോണം വർക്ക് ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ മന്തിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഏതൊക്കെയാണെന്നും അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂളിലും കോളേജസിലൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും ഞാൻ പറയാം. അപ്പോൾ നമുക്ക് വേഗം ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ജനുവരി എന്ന് പറയുന്നത് ഗ്ലോബൽ ഫാമിലി ഡേ ആണ്. നമ്മുടെ എർത്ത് ഒന്നാകെ ഒരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും വെൽനെസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നൊരു ഡേ ആണ് ഫസ്റ്റ് ജനുവരി അല്ലേ. ഹാപ്പി ന്യൂ ഇയറിന് നമ്മൾ എല്ലാവരെയും വിഷ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളൊരു മൈൻഡിൽ. സോ സെക്കൻഡ് ജനുവരി വേൾഡ് ഇൻട്രോവേർട്ട് ഡേ ആണ്. നമുക്കറിയാം അല്ലേ, ഇൻട്രോവേർട്സും എക്സ്ട്രോവേർട്സും ആംഫിവേർട്സും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ഇൻട്രോവേർട്സിന് വേണ്ടിയിട്ടുള്ളൊരു ഡേ ആണ്. അവരുടെ ഫീലിങ്സും അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കണം എന്നുള്ളതും ആയിട്ടുള്ള കുറച്ച് ഐഡിയ കൊടുക്കുന്ന ഒരു ഡേ ആണ് സെക്കൻഡ് ജനുവരി വേൾഡ് ഇൻട്രോവേർട്ട് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് ജനുവരി ഇൻ്റർനാഷണൽ മൈൻഡ് ബോഡി വെൽനെസ് ഡേ ആണ്. അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനെയും ഒരുപോലെ സ്നേഹിക്കണമെന്നും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും നമ്മളതിൻ്റെ വെൽനെസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യവും കൂടെ പറയുന്നതാണ് തേർഡ് ജനുവരി ഇൻ്റർനാഷണൽ മൈൻഡ് ബോഡി വെൽനെസ് ഡേ. ഫോർത്ത് ജനുവരി വേൾഡ് ബ്രെയിലി ഡേ ആണ്. നമുക്കറിയാം അല്ലേ, ബ്രെയിലി ലിപി നമുക്കറിയാം. സോ വേൾഡ് ബ്രെയിലി ഡേ ആണ് ഫോർത്ത് ജനുവരി. അതായത് കാഴ്ചപരിമിതി ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ലിപിയാണ് ഈ ബ്രെയിലി ലിപി എന്ന് പറയുന്നത്. സോ അവരുടേതായ ഇമ്പോർട്ടൻസ്, അവർക്കും ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ തന്നെ ഈക്വൽ റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതും അവർക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളതും അവർക്ക് എല്ലാവിധ റിസോഴ്സസും എത്തിച്ചു കൊടുക്കണം എന്നുള്ളതുമായിട്ടുള്ള കുറേ അധികം അവയർനെസ് കൊടുക്കുന്ന ഒരു ഡേ ആണ് ഫോർത്ത് ജനുവരി വേൾഡ് ബ്രെയിലി ഡേ. സിക്സ് ജനുവരി വേൾഡ് ഡേ ഓഫ് വാർ ഓർഫൻസ്. നമുക്കറിയാം യുദ്ധങ്ങളിലൂടെ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓർഫൻസ്, അവരുടെ മൈൻഡ്, അവരുടെ ഒരു ഡിഫിക്കൾട്ട് ഫേസ് അവർ കടന്നു പോകുന്നതൊക്കെ എന്തൊക്കെയായിരിക്കും അല്ലേ. സോ ഇതിനെ പറ്റിയെല്ലാം നമ്മൾ ഓർക്കുന്ന ഒരു ഡേ ആണ് 6th ജനുവരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് 8th ജനുവരി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ടേഷൻ ഡേ ആണ്. ആൻഡ് 9th ജനുവരി NRI നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഡേ ഓർ പ്രവാസി ഭാരതീയ ദിവസമാണ്. 11th ജനുവരി ഡെത്ത് ആനിവേഴ്സറി ഓഫ് ലാൽ ബഹദൂർ ശാസ്ത്രി. ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം നമ്മുടെ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് കോട്ടാണ് ജയ് ജവാൻ ജയ് കിസാൻ. ആൻഡ് ഹീ ഈസ് ഓൾസോ നോൺ ഈസ് മാൻ ഓഫ് പീസ്. മാൻ ഓഫ് പീസ് എന്ന് ഗ്ലോബലി അറിഞ്ഞിരുന്നൊരു നേതാവ് കൂടിയാണ് അല്ലേ ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹത്തിൻ്റെ ഡെത്ത് ആനിവേഴ്സറിയാണ് 11th ജനുവരി എന്ന് പറയുന്നത്. ആൻഡ് 9th ജനുവരിക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി മുംബൈയിലോട്ട്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മുംബൈയിലോട്ട് വന്നത് 1915 9th ജനുവരിയിലാണ്. ദെൻ 12th ജനുവരി നാഷണൽ യൂത്ത് ഡേ ആണ്. വിവേകാനന്ദ ജയന്തി, വിവേകാനന്ദ സ്വാമിയുടെ ജയന്തിയാണ് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആഘോഷിച്ചു വരുന്നത്. സോ ബാക്കി പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഡേയ്സിൽ നമുക്ക് മൈൻഡ് ആൻഡ് ബോഡി വെൽനെസ് ഡേ കുറിച്ച് നമുക്ക് ഒരു അവയർനെസ് നമ്മുടെ സ്കൂളിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെത്ത് ആനിവേഴ്സറി എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ സ്കൂളിൽ ആചരിക്കേണ്ട ഒന്നാണ്. അദ്ദേഹം എന്തൊക്കെ ചെയ്തു, അദ്ദേഹം ആരായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് സ്കൂളിൽ അസംബ്ലിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള ചാർട്ടും പതിപ്പും ഒക്കെ പ്രിപ്പയർ ചെയ്ത് സ്കൂളിൽ കൊണ്ടുപോകാവുന്നതാണ്. ആൻഡ് നമ്മുടെ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മുംബൈയിലേക്ക് വന്നത്, അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് എന്തൊക്കെയായിരുന്നു, അദ്ദേഹം എന്തിനാണ് അവിടെ പോയത്, അവിടെ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂൾ അസംബ്ലിയിൽ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ജനുവരി 12th യൂത്ത് ഡേ ആണെന്ന് പറഞ്ഞു. അവിടെ വിവേകാനന്ദ സ്വാമിയുടെ ജയന്തിയാണ്. വിവേകാനന്ദ സ്വാമി എന്ന് പറയുന്നത് സച്ച് എൻ എമിനൻറ്റ് പേഴ്സണാലിറ്റി അല്ലേ. അദ്ദേഹത്തെ പറ്റിയും നിങ്ങൾക്ക് നിങ്ങളുടെ അസംബ്ലിയിൽ പ്രസൻറ്റ് ചെയ്യാം, ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാം. അദ്ദേഹത്തെ പറ്റിയുള്ള ചാർട്ടും പതിപ്പ് അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷൻസ് വരെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും ആക്ടിവിറ്റീസാണ് ഞാൻ ഇത്രയും പറഞ്ഞ ദിവസങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡേയ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ 15th ജനുവരി ഇന്ത്യൻ ആർമി ഡേ ആണ്. അതായത് നമ്മുടെ ജനറൽ കരിയപ്പ ഫസ്റ്റ് കമാൻഡർ ഇൻ ചീഫാണ്. അദ്ദേഹത്തിന് നമ്മുടെ ബ്രിട്ടീഷ് കമാൻഡർ, ലാസ്റ്റ് ബ്രിട്ടീഷ് കമാൻഡറായ സർ ഫ്രാൻസിസ് ബുച്ചർ ആ ഒരു പൊസിഷൻ കൈമാറിയ ഡേ ആണ് ഇന്ത്യൻ ആർമി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ആൻഡ് ജനറൽ കരിയപ്പയുടെ തന്നെ ബർത്ത് ആനിവേഴ്സറി 28th ജനുവരിക്ക് വരുന്നുണ്ട്. സോ 15th ജനുവരി എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി ഡേ ആണ്. നമ്മൾ എന്തിനാണത് ആഘോഷിച്ചു വരുന്നത്?
ലാസ്റ്റ് ബ്രിട്ടീഷ് കമാൻഡറായ സർ ഫ്രാൻസിസ് ബുച്ചറിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പൊസിഷൻ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്തു? നമ്മുടെ ഇന്ത്യൻ ആയ ജനറൽ കരിയപ്പ, ഫസ്റ്റ് കമാൻഡർ ഇൻ ചീഫായിട്ട് മാറിയ ആ ഡേ ആണ് ഇന്ത്യൻ ആർമി ഡേ എന്ന് പറയുന്നത്. ആൻഡ് ഈ ജനുവരി മന്തിൽ തന്നെയാണ് നമ്മുടെ ജനറൽ കരിയപ്പയുടെ ബർത്ത് ആനിവേഴ്സറിയും വരുന്നത്. ഓക്കെ, ദെൻ 23rd ജനുവരി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തിയാണ്. അദ്ദേഹത്തെ പറ്റിയും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും പറയാനുണ്ടാവും അല്ലേ, സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച്. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ ക്വിസ് കോമ്പറ്റീഷൻസും ഞാൻ പറഞ്ഞ പോലെ ചാർട്ട് പതിപ്പ് പോലെയുള്ള വർക്കുകളും ചെയ്യാവുന്നതാണ്. 24th ജനുവരി നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആണ്. 25th ജനുവരി നാഷണൽ വാട്ടേഴ്സ് ഡേ ആണ്. ആൻഡ് 25th ജനുവരി വാട്ടേഴ്സ് ഡേ മാത്രമല്ല, നാഷണൽ ടൂറിസം ഡേ കൂടെയാണ്. ടൂറിസം എത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് വളരുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഡേ ആണ് ഈ നാഷണൽ ടൂറിസം ഡേ ഒക്കെ. വോട്ടേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ പൗരൻ്റെ അവകാശമല്ലേ വോട്ട് ചെയ്യുന്നുള്ളത്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. സോ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. 26 ജനുവരി റിപ്പബ്ലിക് ഡേ അല്ലേ, നമുക്ക് മറക്കാൻ പറ്റത്തില്ല. റിപ്പബ്ലിക് ഡേ ആണ്. സോ റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് നമുക്ക് പരേഡ് ഉണ്ടെന്നറിയാം. സ്കൂളിലൊക്കെ ഓരോ ഫംഗ്ഷൻ ഉണ്ടാവും, ക്വിസ് കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ചാർട്ട് റൈറ്റിങ്ങും പോസ്റ്റർ റൈറ്റിങ്ങും ഒക്കെ കോമ്പറ്റീഷനിലായിട്ട് ഉണ്ടാവും. സോ അതിനെല്ലാം നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ ചാനലിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. 26 ജനുവരി റിപ്പബ്ലിക് ഡേ മാത്രമല്ല, ഇൻ്റർനാഷണൽ കസ്റ്റംസ് ഡേ കൂടെയാണ്. 28th ജനുവരി എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായിയുടെ ബർത്ത് ആനിവേഴ്സറിയാണ്. അദ്ദേഹം അറിഞ്ഞിരുന്ന വേറൊരു പേരാണ് പഞ്ചാബ് കേസരി എന്ന് പറയുന്നത്. ലയൺ ഓഫ് പഞ്ചാബ് എന്ന് അറിഞ്ഞിരുന്നത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. സോ അദ്ദേഹത്തെ സംബന്ധിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ക്വിസ് കോമ്പറ്റീഷൻസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വർക്ക്സും ഒക്കെ ചെയ്യാം. 30th ജനുവരി മാർട്ടിയേഴ്സ് ഡേ ആണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസമാണ്, രക്തസാക്ഷി ദിനം നമ്മൾ അറിയപ്പെടുന്നു. സോ 30th ജനുവരി ആണ് ആ ഒരു ഡേ എന്ന് പറയുന്നത്. ദെൻ 30th ജനുവരിന് വേൾഡ് ലെപ്രസി ഡേ കൂടെയാണ്. ഇത് കൂടാതെ വേറെ രണ്ട് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ പറയാനുള്ളത്, 31st എന്ന് പറയുന്നത് സീബ്ര ഡേയും 29th എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ഡേയുമാണ്. ന്യൂസ് പേപ്പർ ഡേയോടനുബന്ധിച്ച് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ന്യൂസ് പേപ്പർ തൊട്ട് നമ്മുടെ മീഡിയയിൽ വന്ന ഒരു ഗ്രോത്ത് എങ്ങനെയാണ്. ഇപ്പോഴും ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് സ്റ്റിൽ നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് ഓക്കെ പത്രം വന്നോ, പത്രം ഒന്ന് നോക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ശീലമാണല്ലേ. സോ ആ ഒരു ന്യൂസ് പേപ്പർ ഹിസ്റ്ററി നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ സ്കൂളിലൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് ഈ മന്തിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് എന്ന് പറയുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതൊരു ക്വിക്ക് വീഡിയോ, ഒരു കുട്ടി വീഡിയോ. ഇതിൽ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, ഓരോ ഡേയുടെ ഇമ്പോർട്ടൻസും പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡേ ഇവിടെ വരുന്നുണ്ടെന്ന് അറിയാമെങ്കിൽ ഡു കമൻറ്റ്. സോ എന്തെങ്കിലും കോണ്ടൻറ്റ് സജഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ മെയിൽ ചെയ്യുകയോ ചെയ്താൽ മതി. ഡെഫിനറ്റായിട്ടും റിപ്ലൈ ഉണ്ടാവും. സോ എല്ലാവർക്കും ഒരു നല്ല വർഷം തന്നെ നേരുന്നു. സോ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.